കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഷാപ്പിൽ പോയി അടിപൊളിയായി ഒന്ന് ഭക്ഷണം കഴിച്ചു വന്നാലോ? വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ഞാൻ കിരൺ, എല്ലാവരും എൻ്റെ കൂടെ വായോ. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയ ഷാപ്പിലെ ഫുഡ്. കുറേ ഭക്ഷണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്നാമത് വാങ്ങിച്ചത് ചിക്കനാണ്, പിന്നെ വാങ്ങിച്ചത് ഞണ്ട്, പിന്നെ അടുത്തത് ആടിൻ്റെ തലക്കറി, പിന്നെ കുറച്ച് കപ്പ നമ്മൾ വാങ്ങിച്ചു, പിന്നെ കൂന്തൽ വാങ്ങിച്ചു, പിന്നെ കോഴി പാർട്സ്, അടുത്തത് പന്നി, പിന്നെ ചെമ്മീനാണ് വാങ്ങിച്ചത്, അതിനുശേഷം മുയൽ, പിന്നെ കുറച്ച് ബീഫ്, പിന്നെ ഫിലോപ്പിയ മീൻ, അതുകൂടാതെ വെള്ളയപ്പവും പത്തലുമാണ് നമ്മൾ വാങ്ങിച്ചത്. അടുത്തത് ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഫുഡിൻ്റെ റിവ്യൂ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ടെൻഷനും എൻ്റെ മുഖത്തുണ്ട്. ഷാപ്പിലെ ഫുഡ് ഫസ്റ്റ് ടൈമാണ്. എല്ലാ ഭക്ഷണവും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്നും കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നോക്കിയാലോ? വാ. എങ്ങനെയുണ്ട് നമ്മളെ ഷാപ്പിലെ ഫുഡ്? സൂപ്പർ അല്ലേ? എന്നാ ഏതെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാട്ടെ. ആദ്യം ഏതാ കഴിക്കുന്നത്? മുയല് കഴിക്കാം. മുയലാണോ കഴിക്കുന്നത്? ശരി. എങ്ങനെയുണ്ട്? സൂപ്പറാ. വേറെ ഏതാ ഇതിന്റെ അകത്ത് ഇത്ര എള്ളത്തിൽ ഏതാ ഇഷ്ടായേ? ഒരു കാര്യം ചെയ്ത്, ഫിലോപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതെയാ? എന്നാൽ കപ്പയും കൂട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു ഐറ്റം പിടിച്ചാട്ടെ. ഏതാ ഇഷ്ടമുള്ള ഏതാ ചെത്തുന്നോ? ഇഷ്ടായോ? ഷാപ്പിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ, അത്രയും ടേസ്റ്റ് ഉണ്ട് അല്ലോ. ഇനി ദോശയും കൂട്ടിട്ട് ഏതെങ്കിലും തിന്നു നോക്കിയേ. ദോശയും കൂട്ടിട്ട് ഞണ്ട് തിന്നോ? സൂപ്പർ. അടിപൊളിയാണോ? ഇനി ഏതാ കഴിക്കാൻ പോകുന്നു? ദോശ കൂട്ടിക്കോ. ഇനി ഞണ്ട് കഴിച്ചു നോക്കിയാലോ? കുറച്ച് എരിവുണ്ട്, നല്ല എരിവുണ്ട്. എന്താ ഉള്ളേ? ഞണ്ട് നല്ല എരിവുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ആണോ? ശരി, ഓക്കെ. അമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത ഊഴം എൻ്റേതായിരുന്നു. എല്ലാ ഭക്ഷണവും നിരത്തി വെച്ച് ഞാനിരുന്നു. ആദ്യം എൻ്റെ കണ്ണു പോയത് ആ മീനിലേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ മീൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. തിലോപ്പിയാണ് മീൻ. നോക്കിയാലോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് ഇങ്ങനെയൊരു ഭക്ഷണം കഴിച്ച് അഭിപ്രായം പറയാൻ പോകുന്നത്. മീൻ ഒരു രക്ഷയുമില്ലായിരുന്നു. അതിങ്ങനെ ഇതുപോലെ എടുത്തിട്ട് വായിൽ വെച്ച് കഴിച്ചാൽ സ്വർഗം എന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്. നല്ല രസമുണ്ട്. നമുക്ക് കപ്പയും കൂട്ടിയിട്ട് മീൻ നോക്കാം. ഷാപ്പിലെ ഫുഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാത്തിനും നല്ല രുചിയായിരുന്നു. ആ കപ്പ കുറച്ചെടുത്തിട്ട് ഈ മീനും കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുപോലെ തന്നെ ബീഫ് ഉണ്ട്. ബീഫ് കഴിച്ചു നോക്കാം. ഇവിടുത്തെ ബീഫ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എരിവ് കൂടുതലായിരുന്നു. അത് ഷാപ്പിലെ ഭക്ഷണങ്ങൾക്കെല്ലാം കുറച്ച് എരിവും പുളിയും അധികമാണ്. എന്തായാലും ബീഫ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് മുയൽ കഴിച്ചു നോക്കിയാലോ? വാ. നല്ല അടിപൊളി ദോശയും കൂട്ടിയിട്ട് പന്നി കഴിക്കലാ നമ്മൾ. ചുമ്മാ പറയുന്നതല്ല കേട്ടോ, പന്നി അടിപൊളിയായിരുന്നു. ഷാപ്പിലെ ഫുഡൊക്കെ വേറെ ലെവൽ തന്നെയാണ്. പന്നി നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്ക് കപ്പയും കൂട്ടിയിട്ട് ഇത് മുയല കഴിക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് കപ്പയും എടുത്ത് മുയലിൽ ഇങ്ങനെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട്. കുറച്ച് എരിവുണ്ട്. നമുക്കിനി അടുത്തത് അപ്പവും കൂട്ടിയിട്ട് ചിക്കൻ ഉണ്ട്. പത്തൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഷാപ്പിലെ ഭക്ഷണങ്ങളെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
അത് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും അടിപൊളിയായി വെക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇതേ അടുത്തത് ഞണ്ടിൻ്റെ കറിയാണ്. മസാലയൊക്കെ കറക്റ്റ് അളവിലായിരുന്നു. ആ പത്തലിൻ്റെ ഒരു കഷ്ണം എടുത്ത് ദേ ഞണ്ടിൻ്റെ ചാറിൽ ഇങ്ങനെ മുക്കി അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ലെവൽ തന്നെയാണ്. അതിൻ്റെ അകത്തുനിന്ന് കഷ്ണം കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് അത് കടിച്ച് പറിക്കുന്നത്. കുറച്ച് കടിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു കഷ്ണം കിട്ടി. ദേ അത് ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റുണ്ട്. കുറച്ചേ അതിൻ്റെ ഉള്ളിൽ നിന്നും ഇറച്ചി കിട്ടിയുള്ളൂ. പക്ഷെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. അതിൻ്റെ കുറേ പോരായ്മകളുണ്ട് കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. അടുത്തത് പിന്നെ കഴിക്കാൻ ഞാൻ നോക്കിയത് കപ്പയാണ്. കപ്പയും കൂട്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ചിക്കൻ പിടിക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് കപ്പ എടുത്ത് ദേ നമ്മുടെ എരിവുള്ള ആ ചിക്കനിൽ കൂട്ടി അങ്ങ് എടുത്തു. മസാലയൊക്കെ കറക്റ്റ് അളവാണ് കേട്ടോ. ദേ അതിങ്ങനെ വായിൽ വെച്ച് ചവച്ച് ചവച്ച് കഴിക്കുമ്പോൾ സ്വർഗം, അല്ലാതെ എന്താ പറയുക. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ അപ്പം ഉണ്ടായിരുന്നു. അപ്പം ബീഫിൽ കുറച്ച് മുക്കിയെടുത്തു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ആംഗിളൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. കാണുന്നവരെല്ലാം ക്ഷമിക്കണം കേട്ടോ. പിന്നെ അടുത്തത് പത്തലിലേക്കാണ് ഞാൻ കൈവച്ചത്. പത്തലിതേ ഇങ്ങനെ മുറിച്ചെടുത്ത് കൺഫ്യൂഷനായിപ്പോയി ഏതാ തിന്നണ്ടേന്ന്. പിന്നെ അവിടെ നല്ല ചൂട് മുയൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്തിട്ട് അത് കഴിച്ചു. ഫസ്റ്റ് ടൈം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചുറ്റുമുള്ള ആരൊക്കെയോ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ചെറിയൊരു ചമ്മലുണ്ടായി. ഷാപ്പിലെ ഫുഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തത് പിന്നെയും എനിക്ക് കൺഫ്യൂഷനായി. ദേ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ മുയലിലേക്ക് തന്നെ പിടിച്ചു. ദേ മുയലിൻ്റെ പീസൊക്കെ കൂട്ടി ദേ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഏതാണ് കഴിക്കേണ്ടത് എന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. പിന്നെ കുറച്ച് അപ്പം എടുത്തു. ദേ അപ്പം ഇങ്ങനെ മുറിച്ചെടുത്ത് ഞണ്ട് തിന്നാം എന്ന് ഞാൻ വിചാരിച്ചു. ഞണ്ടിൻ്റെ മസാല ഒരു രക്ഷയില്ല കേട്ടോ. അത് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഞാനിങ്ങനെ വായിലേക്ക് വെച്ചു. ഒരു രക്ഷയില്ല. അതിൻ്റെ കഷ്ണം കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ. അത് കടിക്കാനും തിന്നാനും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ തോറ്റുപോയി. അതിൻ്റെ സൈഡിൽ നിന്നും മസാല കുറച്ചെടുത്തു. അതെ അത് ഞാനിങ്ങനെ കഴിക്കുകയാണ്. ഷാപ്പിലെ ഫുഡായതുകൊണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാത്തിനും ആ രുചിയും എരിവും ഒക്കെ കറക്റ്റാണ്. പിന്നെ കുറച്ച് പത്തലും കൂട്ടി ഞാൻ ആ ഞണ്ട് കറി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞണ്ടിൻ്റെ മസാല അവർ പ്രത്യേക തരം എന്തോ അരപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കഴിച്ചാൽ പിന്നെ നിർത്തില്ല. ഇതേ പിന്നെയും അടുത്തത് എന്താണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ നോക്കുകയാണ്. കുറച്ച് ബീഫ് എടുത്ത് ഞാൻ പിന്നെയും കഴിച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും അടിപൊളി. ഷാപ്പിലെ എല്ലാ ഭക്ഷണവും കഴിച്ച് ഇരിക്കുന്ന ഇരിപ്പാണ്. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഭക്ഷണം എന്നൊക്കെ. അമ്മയ്ക്കും എല്ലാ ഭക്ഷണവും നന്നായി ഇഷ്ടമായി. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു അമ്മയും കൂട്ടി ഷാപ്പിൽ വന്ന് ഇതുപോലെ ഒരു വീഡിയോ എടുക്കണമെന്ന്. നല്ലൊരു വീഡിയോ ആയി ഞാനും അമ്മയും അടുത്ത് തന്നെ വരുന്നതാണ്. ബൈ.